നമ്മൾ ഫേസ് ടൂല് എങ്ങനെ നമ്മൾ ഐ ഡി സെറ്റാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ഡിസ്കവറിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു ഫേസ് ടൂൻ്റെ ലോഗിൻ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് കോപ്പി ചെയ്യാം. ആ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കോപ്പി ചെയ്തതിന് ശേഷം ഈ ഡിസ്കവറിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ ആ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഫേസ് വണ്ണിൽ ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്താൽ മതി. ഇതിൽ നമ്മൾ ഫേസ് വണ്ണിൽ ഇല്ല ആളാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ക്ലിക്ക് ഹെയർ ഇഫ് യു ഹാവ് ആൻ എപെക്സ് ഐ ഡി എടുത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ വാലറ്റിൻ്റെ അഡ്രസ്സ് കൂടെ വരും. ഓട്ടോമാറ്റിക്കലി ഇവിടെ വാലറ്റിൻ്റെ അഡ്രസ്സ് വരും. വാലറ്റ് കണക്ട് ചെയ്താൽ പിന്നെ ഫേസ് വൺ ഐ ഡി, നമ്മൾ ഫേസ് വണ്ണിലെ ഐ ഡി അവിടെ കൊടുക്കാം. അതിവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഫേസ് വണ്ണിൽ കൊടുത്തിരുന്ന പാസ്വേഡും ഇവിടെ ക്ലിക്ക് ചെയ്യാം. പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം കണക്ട് ഫേസ് വൺ അക്കൗണ്ട് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫേസ് വൺ ആയിട്ട് ഫേസ് ടു കണക്ട് ആയി. ഇവിടെ നമുക്ക് വാലറ്റ് അഡ്രസ്സ് BSCൻ്റെ വാലറ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് കോയിൻ ഇതിലേക്ക് കൊണ്ടുവരണം. അതിന് മുന്നേ നമുക്ക് ഇതിലെ പ്ലാനുകളൊക്കെ കാണാം. പ്ലാനിൽ ക്ലിക്ക് ചെയ്യാം. പ്ലാനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ബേസിക് പ്ലാൻ 50 ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 120 അപ്പർ സ്റ്റോക്കൺ വേണം. ഓക്കെ, അപ്പോൾ 120 അപ്പർ സ്റ്റോക്കനാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത പ്ലാന് 100 ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 240 ചെയ്യണം. ഓക്കെ, 250 അതിൽ 600 ഡെപ്പോസിറ്റ് ചെയ്യണം. 500 ചെയ്യണമെങ്കിൽ 1200, അങ്ങനെ ഓരോ പ്ലാനുകൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു QR കോഡ് വരും. നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിൽ അപ്പർ സ്റ്റോക്കിലേക്ക് സെൻഡ് ചെയ്യാം. ഇത് നമ്മൾ താഴെ കാണുന്ന അഡ്രസ്സ് കോപ്പി ചെയ്യാം. അത് വീണ്ടും നമ്മൾ തിരിച്ച് ട്രസ്റ്റ് വാലറ്റിലേക്ക് തന്നെ വരാം. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ നമുക്കിവിടെ അപ്പർ സ്റ്റോക്കൻ വേണം, ഒരു 120 അപ്പർ സ്റ്റോക്കനെങ്കിലും വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. അതിൽ സെൻഡ് എന്ന് കൊടുക്കുക. ആ അഡ്രസ്സ് നമ്മൾ പേസ്റ്റ് ചെയ്യാം. 120 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. കൺഫേം കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, ഇവിടെ കംപ്ലീറ്റഡ് ആയി. ഇനി നമ്മൾ തിരിച്ച് ഡിസ്കവറിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, അതിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഡാഷ്ബോർഡ് എടുത്താൽ ഇവിടെ കറണ്ട് ബാലൻസിൽ 120 അപ്പെക്സ് എന്ന് കൊടുക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ പ്ലാനിൽ പോവാം. പ്ലാനിൽ പോയിട്ട് നമ്മൾ സ്റ്റേക്ക് ഓൺ പ്ലാൻ എന്ന് കൊടുക്കാം. 50ൻ്റെ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 120 അപ്പർ സ്റ്റോക്കൺ വേണം. സ്റ്റേക്ക് ഓൺ പ്ലാൻ കൊടുക്കാം. ബേൺ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഈ 50 ബേണായി പോയെന്നുള്ള ഇവിടെ മുകളിൽ നമുക്ക് കാണിക്കും. ക്യാപിറ്റൽ നമ്മൾ 70 എന്ന് ഇവിടെ കാണിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുക.